ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം 2-0 എന്ന ഗോൾ സ്കോറിന് ലിവർപൂൾ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ലിവർപൂളിന് വേണ്ടി മുഹമ്മദ് സലാ, സബ്സായ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 64 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലിവർപൂൾ. വെറും 44 പോയിന്റുമായിട്ട് 4-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി തുടർന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റീനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലും യാതൊരുവിധ ഇമ്പാക്റ്റും കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം 5-ാം സ്ഥാനത്ത് സെയിം പോയിന്റുമായിട്ടാണ് ന്യൂകാസൽ യുണൈറ്റഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചെൽസി 6-ാം സ്ഥാനത്തുണ്ട്. 7-ാം സ്ഥാനത്ത് 43 പോയിന്റുമായിട്ടാണ് ആസ്റ്റൺ വില്ല തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഈ 3 ടീമും ചെൽസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സമയത്ത് നല്ല രീതിയിൽ ഹൈപ്പിൽ വന്ന ടീമാണ്. പക്ഷേ എഗെയിൻ ഇപ്പോൾ ഡൗൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം, ന്യൂകാസലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആസ്റ്റൺ വില്ല 2 സൈനിങ് നടത്തിയിരിക്കുകയാണ്. റാഷ്ഫോർഡ് അതുപോലെ അസെൻസിയോ അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി. റീസെൻ്റ്ലി കളിച്ച മാച്ചിൽ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. അസെൻസിയോ ആയാലും റാഷ്ഫോർഡ് ആയാലും അതുപോലെ ന്യൂകാസിൽ ഓൾറെഡി ക്വാളിറ്റി പെർഫോമൻസ് തന്നെയാണ്. ബിഗ് മാച്ച് വരുന്ന സമയത്തായാലും അതുപോലെ ചില മാച്ചിൽ മാത്രമാണ് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. വളരെ അതിപ്പോൾ സിറ്റിയൊക്കെ ഇരുന്ന പോലെ ആ ഒരു ഇരുത്തത്തിലൊന്നും ന്യൂകാസൽ ഇതുവരെ പോയിട്ടില്ല. ഈ പോക്കാണെങ്കിൽ സിറ്റിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യം തന്നെയാണ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് പെപ്പ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇതുവരെ ഇപ്പോൾ നിലവിൽ റോഡ്രി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു താരം പോലും DMF പൊസിഷനിൽ കളിക്കാൻ ഈ ഒരു മാച്ചിൽ നിക്കോളാസ് ഗോൺസാലസ് ആണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും, അതും ലിവർപൂൾ പോലത്തെ ഒരു ടീമിൻ്റെ കൂടെ ആണ് ഈ ഒരു താരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ അധപ്പതിച്ച് പോയെന്ന് തന്നെയാണ് ഈ ഒരു മാച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പെപ്പ് എന്തുകൊണ്ടാണ് ഫോർമേഷൻ ഒന്ന് ചേഞ്ച് ആയി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ മാച്ചിലും 4-1 ആ ഒരു ഫോർമേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും ഈ ഒരു മാച്ചിൽ ഹാലൻഡ് ഉണ്ടായിരുന്നില്ല. ഫോഡനെയാണ് സെൻറ്റർ ഫോർവേഡായിട്ട് യൂസ് ചെയ്തത്. ഒരു തരത്തിലും ഫോഡനെല്ലാം മാക്സിമം സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യാം, റൈറ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യാം, ലെഫ്റ്റ് വിങ് ആയിട്ട് യൂസ് ചെയ്യാം, സെൻറ്റർ സ്ട്രൈക്കറായിട്ട് വരെ യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും സെൻറ്റർ ഫോർവേഡിലേക്ക് വരുന്ന സമയത്തൊന്നും ഒരു ഇമ്പാക്റ്റും ഫോഡനെ കൊണ്ടൊന്നും, അത് ഫോഡനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഫോഡൻ്റെ പ്രോപ്പർ പൊസിഷൻ അതല്ല. പക്ഷേ വേറൊരു താരം അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഹൂലിയൻ ആൽവരസിനെ പോലെ ഒരു മാസ്റ്റർ പീസ് സാധനത്തിനെയാണ് പെപ്പിൻ്റെ ഒരു മണ്ടത്തരം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ എനിക്കൊന്നു ആൽവരസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും അധപ്പതിച്ച് പോകുമോ എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ അത്ലറ്റിക്കോയിൽ പോയിട്ടും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പക്ഷേ 3-4 മാച്ച് കഴിഞ്ഞ ശേഷം ആ ഒരു പ്രൈം ഫോമിലേക്ക് തിരിച്ചെത്തി. ശരിക്കും ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ ഇഞ്ചുറിയാണ് ഹാലൻഡിന് സംഭവിച്ചിട്ടുള്ളത്. ഹാലൻഡിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടും അവിടെ ഇപ്പോൾ റോഡ്രി എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൊരു പ്ലെയറാണ് ഹാലൻഡ് എന്നുള്ളത്. അപ്പോൾ ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ലാതെയാണ് പെപ്പ് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ എഗെയിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എനിക്ക് 100% ഇത്രയും ഡൗൺ ആകാനുള്ള കാര്യം പെപ്പ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റോഡ്രിയും ഒരു ഹാലൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി 2 മാച്ചാണ് പോയിട്ടുള്ളത്. റോഡ്രി പോയതിന് ശേഷമുള്ള സിറ്റിയുടെ മത്സരം നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കാർലോ വെച്ച് കമ്പയർ ചെയ്യാം. പെപ്പും കാർലോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കോച്ച് എന്ന ലെവലിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെപ്പിനെ തന്നെയാണ് എല്ലാവരും നല്ലൊരു ക്വാളിറ്റി, കാർലോക്ക് മുകളിൽ എല്ലാവരും കാണുന്ന പെപ്പിനെ തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്ലെയറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല ആവരുത് ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്തത് കൊണ്ടാണ് സിറ്റി ഇത്രയും എവിടെ നിന്നൊക്കെയാണ് കൊട്ട് കിട്ടുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതും
എത്തിഹാദിൽ വെച്ചിട്ടാണ് ലിവർപൂൾ ഇങ്ങനെ പന്നിക്കിട്ട് പോയിരിക്കുന്നത്. എനിക്കൊന്ന് ലിവർപൂൾ വലിയ രീതിയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം 2 ഗോൾ സ്കോർ ചെയ്തു. പിന്നെ അവർ നോർമൽ പ്ലേ ആയിരുന്നു. വലിയ രീതിയിൽ അവർക്ക് പ്രഷർ ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല. പക്ഷേ ഈ ഒരു മാച്ച് അത്യാവശ്യം എന്തൊക്കെയൊക്കെ ചെയ്യാൻ സിറ്റി ട്രൈ ചെയ്തു. പിന്നെ 1 ഗോൾ സ്കോർ ചെയ്തു. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നില്ല ആ 1 ഗോൾ സ്കോർ ചെയ്തതിനാലും ലിവർപൂളൊക്കെ നല്ലൊരു പ്രഷറിൽ കളിച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ഡിഫൻസ് മാത്രമാണ് നിലവിൽ സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സീസൺ കഴിയുന്നതോളം ഡിബ്രൂയിൻ അതുപോലെ ജാക്ക് ഗ്രീലിഷ് എദേഴ്സനൊക്കെ ഒഴിവാക്കാൻ പോകുകയാണ് എന്നാണ് റീസെൻ്റ്ലി വരുന്ന ഒരു ന്യൂസ്. എനിക്ക് ഡിബ്രൂയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ വളരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പഴയ ഫോമിലേക്ക് കളിച്ച ഒരു ഡിബ്രൂയിന് ഈ ഒരു സീസണിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഡിബ്രൂയിന് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. ജാക്ലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ആസ്റ്റൺ വില്ലയിൽ നിന്ന് വന്നതിന് ശേഷം ആസ്റ്റൺ വില്ലയിൽ കളിക്കുന്ന സമയത്തും അതുപോലെ ഇംഗ്ലണ്ടിൽ കളിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ജാക്ലിഷ് എന്ന ഒരു പ്ലെയറിനെ ഒന്ന് നോട്ട് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, വിങ്ങിൽ ഒരു എന്താ പറയുക, ഒരു യുണീക്കായിട്ടുള്ളൊരു പ്ലേ ആണ്. പക്ഷേ സിറ്റിയിൽ വന്നിട്ട് ആ ഒരു ഗ്ലീഷിൻ്റെ ആ ഒരു പെർഫോമൻസ് ആസ്റ്റൺ വില്ലയിൽ കളിച്ചാലും അതുപോലെ ഇംഗ്ലണ്ടിൽ കളിച്ച ഒരു ജാക്ക് ഗ്രീലിഷിനെ ഞാൻ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പം ഹാലൻഡ് ഉള്ളത് കൊണ്ടാണോ ഗോൾസ് അത്ര വലിയധികം സ്കോറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടെക്കൊക്കെ ഒരു 5-6 മാച്ചൊക്കെ കളിക്കുന്ന സമയത്ത് 1-2 ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാലായി എന്നല്ലാതെ പ്രൈം ഫോമിലേക്ക് ഇതുവരെ ഗ്രീലിഷും വന്നിട്ടില്ല. അതും 100 മില്യൺ കൊടുത്തിട്ടാണ് സിറ്റി ആസ്റ്റൺ വില്ലയാണ് ജാക്ക് ഗ്രീലിഷിനെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു യൂസ് ഇതുവരെ സിറ്റിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഗ്രീലിഷിനെ കൊടുക്കുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും സിറ്റിയിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ KDBക്ക് ഒരു അവസരം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സീസൺ ഫോം ഔട്ടായി എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ പറയാനുള്ളത് സ്റ്റോൺസിനെയും കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നാണ്. ഇപ്പോൾ നിലവിൽ ഇഞ്ചുറിയാണ്. ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരമുള്ള ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. സ്റ്റോൺസും ഈ ഒരു സീസൺ വളരെ ഒരു മങ്ങിയ ഒരു പെർഫോമൻസ് തന്നെയാണ് സ്റ്റോൺസിൻ്റെ ഭാഗത്തുനിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ഗുണ്ടോവാനും സെല്ല് ചെയ്യാൻ പോവുകയാണ്. ഗുണ്ടോവാൻ ഈ ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്ലേയേഴ്സിനും എന്താ സംഭവിച്ചതെന്ന് പേഴ്സണലി എനിക്ക് മനസ്സിലായി. അത്യാവശ്യം ഈ ഒരു സിറ്റി ആക്കിയ ഒരു പ്ലേയേഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ പ്ലേയേഴ്സും. പക്ഷേ എന്തൊക്കെയാണ് പ്രശ്നം, ഒരു പ്ലെയർ പോയതിൻ്റെ ആ ഒരു പ്രശ്നമാണോ അല്ല പെപ്പിൻ്റെ ആ ഒരു ടാക്ടിക്കലി കൊണ്ടുവന്ന ഡിഫറെൻ്റായിട്ട് കൊണ്ടുവന്ന ഒരു പ്രശ്നം കൊണ്ടാണോ ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ ഒരു ഫോമിലേക്ക് വരാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ പിന്നെ ലിവർപൂളിൻ്റെ പെർഫോമൻസിൽ ഞാൻ പറഞ്ഞല്ലോ, ലിവർപൂൾ ഫസ്റ്റ് മാക്കലിക്സർ കോർണർ എടുക്കുന്നു. പിന്നെ ഫസ്റ്റ് പാസ് കൊടുത്ത പ്ലെയറിനെ മറന്നുപോയി. അഗൈൻ സലാക്ക് പാസ് കൊടുക്കുന്നു, സല കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അഗൈൻ സബ്സൈവ് ആയിരുന്നു, ഒരു കളിങ് ഷോട്ടിലൂടെ അതും ഫിനിഷ് ചെയ്യുന്നു. പക്ഷേ ലിവർപൂളിനെ ഇപ്പം മാക്സിമം ഹൈപ്പ് കൊടുക്കുന്ന സലാക്ക് മാത്രമാണ്. പക്ഷെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോയ ഒരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ആരും വലിയ രീതിയിൽ സംസാരിക്കുന്നതാണെന്നില്ല മാക്കലിക്സറിനെ കുറിച്ചിട്ട്. പുള്ളി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, പുള്ളി മിഡ്ഫീൽഡിൽ മാത്രമല്ല ഡിഫെൻസീവിലുള്ള ഒരു സപ്പോർട്ടും അറ്റാക്കിങ്ങിലുള്ള ഒരു സപ്പോർട്ടും പ്രത്യേകിച്ച് ആരും തന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് പറയുന്ന കാണുന്നില്ല. ഒരുപാട് പേരെല്ലാവരും സല എന്ന് മാത്രമേ പറയുന്ന ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതുപോലെ വാൻഡൈക്കിനെയും പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മാക്കലിക്സറിനെ കുറിച്ചിട്ട് എന്താണ് ആരും സംസാരിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലിവർപൂളിൻ്റെ മാച്ച് ഇതുവരെയുള്ള മാച്ച് വാച്ച് ചെയ്ത ഓൾമോസ്റ്റ് ലിവർപൂൾ ഫാൻസിന് മനസ്സിലാവുമായിരിക്കും പുള്ളി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, മിഡ്ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഫൈനലി ഈ ഒരു സീസൺ ലിവർപൂൾ കൺഫേം ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാൻ. കാരണം 64 പോയിൻ്റാണ്, 10 പോയിൻ്റ് 12 പോയിൻ്റ് ഡിഫറൻസാണ് ആർസണലുമായിട്ടുള്ളത്. 20ാമത്തെ ടൈറ്റിലാണ് ലിവർപൂൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി വലിയ രീതിയിലുള്ളൊരു കോമ്പറ്റീഷൻ പ്രീമിയർ ലീഗിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിരിക്കും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ചാമ്പ്യൻസ് ലീഗ് കൂടി ലിവർപൂൾ നേടുകയാണെങ്കിൽ
ഈ ഒരു സീസൺ ഈ കൺഫേം ആയിട്ട് ബാലൻഡിയോർ എന്നുള്ള ഒരു പുരസ്കാരം സലാഹയ്ക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് വേറെ ഒരു കോമ്പറ്റീഷൻ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.